ആ ഇപ്പച്ചിൻ്റെ കുട്ടി പള്ളിയിലൊക്കെ പോയി വന്നാ. ഈദ് മുബാറക്ക്. കാക്ക ഇവിടെ? ഉമ്മച്ചിയോ? ആടാ ഇപ്പച്ചി പുറത്തൊക്കെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വന്ന് കിടന്നതാ. ഓ കുറേ സ്ഥലം പോയി. നിങ്ങളെവിടെയും പോയില്ലേ? അതെന്താ പാർക്കിലും അങ്ങാടിയിലും മാത്രം? അപ്പോൾ വല്യപ്പാൻ്റെ കബറിങ്ങലും എളാപ്പാടി മൂത്താപ്പാടൊന്നും പോയില്ലേ? അതെന്താടാ സമയം കിട്ടിയില്ലാന്ന്? ഇപ്പച്ചി ഉണ്ടാവുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകണമല്ലേ അവിടൊക്കെ? അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റൂലല്ലോ യാസിയെ. അതിനൊരുപാട് കൂലിയുള്ളതാണ് ആ റിങ്ങക്ക്. അതല്ലേ ഓരോ പെരുന്നാളിനും ഓരോ നോമ്പ് കഴിയുമ്പോഴൊക്കെ ഇപ്പച്ചി നിങ്ങൾ അവിടെയൊക്കെ കൊണ്ട് നടക്കണത്. പാർക്കിലും അങ്ങാടിയിലും നിങ്ങളൊക്കെ എപ്പോഴും പോണതല്ലേ. എന്ത് വിശേഷം ഉണ്ടെങ്കിലും അവിടേക്കല്ലേ പോവല്. കുടുംബക്കാരോടൊക്കെ സന്ദർശിക്കണടാ ഈ നോമ്പും പെരുന്നാളൊക്കെ വരുമ്പോൾ. അതിന് പടച്ചോൻ ഭാഗത്തുനിന്ന് ഭയങ്കര കൂലിയാണ്. കാക്ക വന്നിട്ടേ ഉച്ചക്ക് ചോറൊക്കെ തിന്നിട്ട് നിങ്ങളവിടെയൊക്കെ പോയി വരണം കേട്ടോ. ആ അപ്പച്ചി ഇനി വൈകുന്നേരം പോവുള്ളൂ. ഇവിടെ ഭയങ്കര ചൂടല്ലേ. ആ കൂട്ടുകാരൊക്കെ വന്നാൽ ഓരോ കൂടെ പുറത്തേക്ക് പോവും, കറങ്ങും. ഇപ്പം പോയ ലുലുവിലൊന്നും ഒരാളുണ്ടാവില്ലടാ. ആ പോയിക്കോളാം. എന്നിട്ട് ഫോട്ടോ ഒക്കെ വിടണ്ട് കേട്ടാ. ഇപ്പച്ചിൻ്റെ കുട്ടിക്ക് ഇപ്പച്ചിൻ്റെ ഫോട്ടോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പെരുന്നാൾ കുപ്പായിട്ട് കേട്ടോ. അങ്ങനെ പുതിയ പെരുന്നാൾ കുപ്പായൊന്നും ഇല്ല. പഴയ ഒരു കുപ്പായിട്ടിട്ടാണ് ഇപ്പച്ചി പള്ളിയേക്ക് പോയത്. പുതിയതുണ്ട് പക്ഷെ ഇട്ടിട്ടില്ല എന്നുള്ളൂ. ഇപ്പച്ചിൻ്റെ കുട്ടികളെ കൂടെ പുതിയതിട്ട് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമൊന്നും ഇവിടുന്ന് ഇടുമ്പോൾ കിട്ടൂലല്ലോ. ആയിക്കോട്ടെ എന്നാലും ഇട്ടിട്ടൊരു ഫോട്ടോ അയച്ചേൻ്റെ ട്ടാ. അമ്മച്ചിൻ്റെ ചോറ് വെപ്പൊക്കെ കഴിഞ്ഞ് അത് തിന്നിട്ടേ വിളിച്ചോണ്ടിട്ടാ. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.